ഇന്ന് നമ്മൾ പോയത് ട്രിവാൻഡ്രത്തെ ഓണം ഫെസ്റ്റിവലാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഇക്ക പോവാന്ന് പറഞ്ഞ് ഇക്കായെ നിർബന്ധിച്ചാണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയത്. വേറെ ഒന്നല്ല, ഇക്കാക്ക് നടക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്ക പറഞ്ഞ് പിന്നെ പോവാമെന്ന് പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ദിവസം ആയപ്പോഴത്തേക്ക് ഇക്ക തന്നെ പറഞ്ഞു പിള്ളേരൊക്കെ കൊണ്ട് പോയിട്ട് വരാം എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ പോയി. പക്ഷേ കാണാൻ എന്താ രസം. നമ്മൾ എല്ലാ വർഷവും പോകുന്നതാണ്, പക്ഷേ ഈ വർഷം ലാസ്റ്റ് ദിവസമാണ് നമ്മൾ പോയത്. പിന്നെ ഘോഷയാത്ര കാണാനൊന്നും നിന്നില്ല, പിള്ളേരെയും കൊണ്ട് ഈ വെയിലത്ത് നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം. പിന്നെ നമ്മൾ രാത്രിയാണ് ലൈറ്റ് കാണാൻ പോയത്. ലൈറ്റ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ. എല്ലാ വർഷത്തെയും പോലെ തന്നെയാണ് ഈ വർഷവും അടിപൊളിയായിട്ടാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ്റെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരൊന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ പാട്ട് മാത്രമേ കേട്ടുള്ളൂ. കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഐസ്ക്രീമും കോളിഫ്ലവർ പൊരിച്ചതും ബജിയും പിന്നെ അങ്ങനെ ഏകദേശം പിന്നെ എന്തൊക്കെയാണ് കഴിച്ചേട്ടോ. പക്ഷെ ഭയങ്കര വിലയായിരുന്നേ, ഭയങ്കര വില. പക്ഷെ ലാസ്റ്റ് ദിവസം കൂടെ അല്ലേ, പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ കൊതി തോന്നൂലേ. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം നടന്ന് രാത്രി 8 മണിക്കാണ് നമ്മളവിടെ എത്തിയത്. 8 മണിക്ക് പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്ക്. പിള്ളേരൊക്കെ കൊണ്ട് പോകാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും 12 മണിയായി. അപ്പോഴും തിരക്കിനൊന്നും ഒരു കുറവുമില്ല, നല്ല തിരക്കായിരുന്നു. അടുത്ത് ഇതേപോലെ ഒരു ഓണം ഫെസ്റ്റിവൽ കാണണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വിഷമം. അങ്ങനെ ഓണം ഫെസ്റ്റിവൽ കഴിഞ്ഞു, ഇനി അടുത്ത വർഷം വീണ്ടും കാത്തിരിക്കണം. ഇതേപോലെ ലൈറ്റും ഇതേപോലെ കാണാനില്ല. ഇതേപോലെ ഓണം ഫെസ്റ്റിവൽ കാണാൻ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.